നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളൊന്ന് പോകുന്നത് കൊല്ലം ചിന്നക്കടയിലുള്ള ഫ്ലൈബി ട്രാവൽസിലോട്ടാണ്. കാരണം അവിടെ ഇപ്പോൾ ഇനിയിപ്പം ഓണം അവധിയൊക്കെ വരികയാണ്, പലർക്കും ടൂർ പോകാനൊക്കെയുള്ള ആഗ്രഹം കാണും. അപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല ട്രാവൽസാണ് കൊല്ലം ചിന്നക്കടയിലുള്ള ഫ്ലൈബി ട്രാവൽസ്. അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടറിഞ്ഞിട്ട് വരാം. ഓക്കെ, നമ്മൾ ട്രാവൽസിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടൊന്ന് കയറി നോക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സാറേ, അപ്പോൾ നമ്മൾ വന്നതേ ഈ ഫ്ലൈബി ട്രാവൽസിൻ്റെ കുറച്ച് സർവീസുകളെ കുറിച്ചും ടൂർ പാക്കേജുകളെ കുറിച്ചും ഒക്കെ അറിയാനാണ് നമ്മൾ വന്നത്. അപ്പോൾ അത് സാറൊന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായും. നമുക്കിപ്പം മെയിനായിട്ട് നമുക്ക് പാക്കേജ് ചെയ്യുന്നത് ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള പാക്കേജുകളാണ് നമ്മളിപ്പോൾ സെല് ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമൈസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, പിന്നെ ഫിക്സഡ് ഡിപ്പാർച്ചറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മലേഷ്യ, ബാങ്കോക്ക്, അങ്ങനെ പല കൺട്രീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് പുറത്ത്. ഇന്ത്യക്കകത്ത് ഹൈദരാബാദ്, കാശ്മീർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ പോരാഞ്ഞ് നമുക്ക് EMA ഫെസിലിറ്റി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് ആയാലും ടൂർ പാക്കേജ് ആയാലും നമ്മളങ്ങനെ EMA ഫെസിലിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഈ മൊബൈൽ എടുക്കുന്ന കണക്ക് നമുക്ക് EMI ചെയ്യാമെന്നാണ് പറയുന്നത്. അതെ അതെ അതെ. ബജാജിൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ ബജാജിൻ്റെ കാർഡുകളൊക്കെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ അത് നമ്മൾ EMA ആയിട്ട് ടിക്കറ്റ് ആയാലും ഹോളിഡേ പാക്കേജ് ആയാലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. EMA ഫെസിലിറ്റി. അപ്പോൾ ഇന്ത്യക്ക് അകത്താണെങ്കിലും EMI ഫെസിലിറ്റീസ് എലിജിബിൾ ആണെങ്കിൽ, ആ കാർഡിന് എലിജിബിൾ ആണെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം നിങ്ങളെ മറ്റ് സർവീസുകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? നമ്മുടെ സർവീസുകൾ എന്തൊക്കെയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറഞ്ഞുതരേ. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റിംഗ് ആണ്. പിന്നെ നമ്മൾ വിസിറ്റിംഗ് വിസ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ UAE അറ്റസ്റ്റേഷൻ, പിന്നെ ഉംറ വിസ പാക്കേജും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. റെഗുലർ ഒരു കസ്റ്റമറിനെ കാണാനിടയായി. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയുടെ ബന്ധുവാണ്. അതാരാ എന്തുവാന്നൊക്കെ നമുക്ക് പുള്ളിയെടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ സാറേ, നമസ്കാരം. നമ്മളെ ഈ ട്രാവൽസിന്റെ ഡീറ്റെയിലുകളൊക്കെ എന്ന് പറയാം. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നില്ലേ ട്രാവൽസ്? അതെ അതെ, ഞാൻ ഫ്ലൈബി ട്രാവൽസ് ആയിട്ട് 6-7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് അദ്ദേഹത്തിന്റെ സർവീസ് ആയിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആയാലും ഫാമിലിയുടെ ആയാലും ആരുടെ ആയാലും, ഇപ്പോൾ ഈവൻ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞാൻ ടിക്കറ്റ് എടുക്കുക. അത്രയും വിശ്വാസം, സർവീസ് അത്ര നല്ല ബെറ്റർ സർവീസാണ്. നമ്മൾ അവിടെ നിന്ന് പറഞ്ഞാലും ഇവിടെ ടിക്കറ്റ് അല്ല, അവിടെ നിന്ന് പറയുമ്പോഴും എൻ്റെ ആയാലും എൻ്റെ ഫാമിലിയുടെ ആയാലും എല്ലാം ഇവിടെ തന്നെ ചെയ്യും. ഇപ്പം തന്നെ 10 ദിവസത്തേക്ക് ഞാൻ പോവുകയാണ്. അതിനുവേണ്ടി എനിക്ക് എൻ്റെ ഫാമിലിക്ക് എടുക്കാനായിട്ടാണ് വന്നത്. സാറൊരു സെലിബ്രിറ്റിയുടെ റിലേഷൻ ആണെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നത്. ആരാന്നറിഞ്ഞാൽ ഇടവ ബഷീർ, ഗായകൻ, മരിച്ചുപോയ മൂത്ത മരുമകൻ. ഓ, സാറിന് അദ്ദേഹത്തിന്റെ മരുമകനാണല്ലേ മൂത്ത മരുമകൻ? ഓക്കെ ഓക്കെ. അപ്പൊ അദ്ദേഹം ഇവിടുന്ന് തന്നെ ആയിരുന്നു ടിക്കറ്റ്? എന്നോടെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെ എൻ്റെ മാമയാണ്. ശരി ശരി. അപ്പം സാർ നല്ല സർവീസാണ്. ഇതുവരെ എനിക്കൊരു ഇതും ഇവിടുന്ന് കിട്ടിയിട്ടില്ല. നെഗറ്റീവായിട്ട് എനിക്കൊന്നും പറയാനും ഇല്ല. എല്ലാം ബെറ്റർ ആണല്ലേ? എല്ലാം ബെറ്ററാണ്. സർവീസ് ഇറ്റ്സ് ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. സുഹൃത്തുക്കളെ, ഫ്ലൈബി ട്രാവൽസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞാൻ മുകളിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഡയറക്റ്റ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.